ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് എങ്ങനെ ഗ്ലോ ആക്കാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിനൊക്കെ ഒരു കരിവാളിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളങ്ങാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാനിത് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് നമ്മുടെ ഫേസിൽ പുരട്ടുന്നത് ഓൾറെഡി ഉള്ളിലും നല്ലതാണ്. അപ്പോൾ തൈരിൽ നമുക്ക് പലതരത്തിലുള്ള കൂട്ടുകൾ നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കോഫി പൗഡർ ഇടാം, അല്ലെങ്കിൽ നമുക്ക് കടലപ്പൊടി ഇടാം, ഏത് വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഓപ്ഷണലായിട്ട് ഇടുന്നത് ഞാൻ കോഫി പൗഡറാണ് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ കോഫി പൗഡർ മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഇന്നത് കടലപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു സ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഹാഫ് തക്കാളിയുടെ ഒരു നീര് വേണം നമുക്ക് വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ തൈരും കടലപ്പൊടിയും തക്കാളി നീരും അതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് തക്കാളി നീര് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായി ഇതിൻ്റെ ഫ്ലഷ് ആയിട്ടുള്ള നീരൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് മിക്സിയിലിട്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നീരാക്കിയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് നീരാക്കി എടുക്കാം. അതിനുശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഫേസിന് നല്ല ഗ്ലോ തരുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ കോഫി പൗഡറോ അല്ലെങ്കിൽ ഇതുപോലെ കടലപ്പൊടിയോ ഇട്ട് ജസ്റ്റ് തക്കാളി വെച്ചാൽ നമുക്ക് നല്ല ആ കരിവാളിപ്പൊക്കെ ജസ്റ്റ് മാറി കിട്ടും. കരിവാളിപ്പൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മാറി കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ നെക്കിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയാച്ചാൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം നമുക്ക് കുട്ടികളെ കയ്യിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഉണങ്ങി തുടങ്ങുമ്പോൾ കുറച്ചൊന്ന് ചെറുങ്ങനെ ഒരുപാട് മസാജ് ചെയ്യേണ്ട, കുറച്ചൊന്ന് അതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കവിളത്തൊക്കെ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്കിന്നിന് ഗ്ലോ കിട്ടുന്ന കരിവാളിപ്പൊക്കെ മാറാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇട്ടത്. ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. ഫേസ് ഒന്ന് ഗ്ലോ ആവും, ഓയിലൊക്കെ ഒന്ന് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഓയിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആവും കേട്ടോ. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്താൽ മതി. എന്താ കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റുള്ള റിസൾട്ട് നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കുക, ഒരു 10-15 മിനിറ്റ് നേരം നമുക്കൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി കൈയൊന്ന് കഴുകി തുടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.